ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് +1 സ്റ്റുഡൻസിനും അതേപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോസാണ് വേണമെന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ കുട്ടികളൊക്കെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയൊക്കെ വെച്ച് പഠിക്കുന്നവരായിരിക്കും. പിന്നെ കുറേ കുട്ടികൾ സ്റ്റഡി പ്ലാൻ ഒന്നും തയ്യാറാക്കാതെ അവർ ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അന്നു വന്ന് വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് നമ്മുടെ പോർഷൻസ് തീരാനും ഒക്കെ നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാറില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. കാരണം ഞാൻ സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ നാളെ തൊട്ട് പഠിച്ച് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ ഹൈലൈറ്ററൊക്കെ വെച്ച് ഹൈലൈറ്റൊക്കെ ചെയ്താണ് ഞാൻ ഭയങ്കര രീതിയിലൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ഫോളോ ചെയ്യാറില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മടിയായിരിക്കുമല്ലോ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ മാർച്ചിൽ തന്നെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോഴെങ്കിലും കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിന് നിങ്ങളൊരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റും അതിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെയും വൈകിട്ടും ട്യൂഷനുള്ളവരായിരിക്കും, ചിലപ്പോൾ രാവിലെ ഉണ്ടാകും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും ട്യൂഷൻ. അങ്ങനെയൊക്കെ നിങ്ങളുടെ ടൈം എപ്പോഴാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ടൈമിംഗ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. നിങ്ങൾ തന്നെ ഒരു ടൈമിംഗ് കറക്റ്റായിട്ട് കണ്ടെത്തുക. എന്നിട്ട് ഞാൻ ഈ ഒരു പറയുന്ന രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരെന്ന് പറയുമ്പോൾ മിക്കവരും മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ബയോളജി, മാത്സ് അങ്ങനെ കുറച്ച് സബ്ജക്റ്റ് ആയിരിക്കും മിക്കവരും എഴുതുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എഴുതുന്നവർ എനിക്ക് തോന്നുന്നു വളരെയധികം കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ സബ്ജക്റ്റിനായിരിക്കും ചിലപ്പോൾ മാർക്ക് കുറയുന്നത്. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നത് നമുക്ക് ഗ്രേഡ് കൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പാസ് ആവാത്തവർ മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് എഴുതും. അതേപോലെ തന്നെ A+ ആവാൻ വേണ്ടിയിട്ട്, A ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ഗ്രേഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അനുസരിച്ച് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബയോളജിയുടെ ഒരു കറക്റ്റായിട്ട് ബയോളജി എങ്ങനെയാണ് +1കാർക്കായാലും അതേപോലെ തന്നെ +1 ഇംപ്രൂവ് ചെയ്യുന്നവർക്കും +2 പഠിക്കുന്നവർക്കും ഒരു ബയോളജി കറക്റ്റായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ബയോളജി ഫുൾ മാർക്ക് മേടിക്കാൻ എങ്ങനെ പഠിക്കും എന്നത് ഞാൻ ഈ ഒരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഫിസിക്സിനെ പറ്റി പറയാം. ഫിസിക്സ് കൂടുതലും കുട്ടികൾക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സ് എത്രയാണ് 14 ചാപ്റ്റേഴ്സാണ് +1-ലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ ഒക്കെ വളരെ വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഏകദേശം 10 മാർക്ക് വരെ വെയിറ്റേജ് ഉണ്ട്. 10 മാർക്കോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ എക്സാമിൽ നമുക്ക് 10 മാർക്കോളം ക്വസ്റ്റ്യൻസ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒരു വെയിറ്റേജ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് ചാപ്റ്റേഴ്സാണ്, എല്ലാ ചാപ്റ്റേഴ്സും കൂടെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടേതായ ടൈമിങ്ങിന് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ 4:30 ആവുമായിരിക്കും. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്യൂഷൻ കാണും. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് ഒരു 2 or 3 hours പഠിക്കാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2 or 3 hours പഠിക്കാൻ എടുത്ത് നിങ്ങൾ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത്ര ചാപ്റ്റർ പഠിക്കണമെന്ന് വിചാരിച്ചു, ആ ഒരു ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് തന്നെ തീർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ കുറേ എക്സാമിനറിൻ്റെ ക്ലാസ്, അതേപോലെ തന്നെ എജു പോർട്ട് സൈലം അങ്ങനെ കുറേ
ക്ലാസ്സസ് കുറേ ചാനലിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ 10 മാർക്കോളം വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, ആ ഒരു ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ പഠിക്കുക, അത് കഴിഞ്ഞ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, ആ ഒരു ചാപ്റ്റർ പഠിക്കുക. അതിനും ഏകദേശം 11 മാർക്കോളം നമ്മുടെ എക്സാമിന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ ഇനിയും യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററൊക്കെയാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററൊക്കെ ആണെങ്കിൽ വളരെ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലാസ്റ്റിലോട്ട് പഠിക്കുക. വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഞാനിപ്പോൾ പറഞ്ഞ മോഷൻ ഇൻ എ പ്ലെയിൻ, അതേപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ്. അതേപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ വെയിറ്റേജ് കുറവാണ്, പക്ഷേ നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുമാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കൺസെപ്റ്റിനൊക്കെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 6 മാർക്ക്, ടോട്ടൽ ഒരു 6 മാർക്കിനാണ് നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നൊക്കെ വരുന്നത്. അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നൊക്കെ ആയാൽ ഏകദേശം 11 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ കറക്റ്റായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, 3rd ചാപ്റ്റർ, അതിൽ നിന്നൊക്കെ 7 മാർക്സോളം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഏകദേശം 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്നത്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, അതൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഏകദേശം 9 മാർക്കോളമാണ് ആ ഒരു ചാപ്റ്ററിൽ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി, ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ഓർഗാനിക് കെമിസ്ട്രിയുടെ എനിക്ക് തോന്നുന്നു 2 ചാപ്റ്ററാണുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി അതേപോലെ ഹൈഡ്രോ കാർബൺസ് പറഞ്ഞ 2 ചാപ്റ്റർ നമുക്ക് +1 പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ 12 മാർക്കിനാണ് നമുക്ക് വരുന്നത് എക്സാമിന്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം തന്നെ ആ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിക്കുക. അതേപോലെ അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക. അതേപോലെ അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുക. അങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ടൈം എടുക്കുക, ഓക്കെ, എന്നിട്ട് ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറയാനാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ മാത്സ് ക്ലാസ് അതേപോലെ തന്നെ ഫിസിക്സിൻ്റെ ക്ലാസ്സൊക്കെ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടാണ് പഠിച്ചിരുന്നത്. എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടാണ് ഞാൻ അത് പഠിച്ചിരുന്നത്. എന്നാൽ ഞാൻ ബയോളജി അതേപോലെ കെമിസ്ട്രി ഒക്കെ എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, ഏത് ചാനലാണ് ഇഷ്ടം, ആരുടെ ക്ലാസ്സസ് ആണ് ഇഷ്ടം, ആ ഒരു ക്ലാസ്സസ് കേട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഒരു എനിക്ക് എജുപോർട്ടിലെ മാത്സ് ക്ലാസ്സും അതേപോലെ ഫിസിക്സ് ക്ലാസ്സും ഒക്കെ കേട്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എജുപോർട്ടിലെ ക്ലാസ്സസ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കേൾക്കുന്നത്. എന്നാൽ ബയോളജിയൊക്കെ ഞാൻ എക്സാമിനറിൽ തന്നെയാണ് കേൾക്കുന്നത്. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ചിലവർക്കൊക്കെ ഫിസിക്സിൻ്റെ ക്ലാസ് അല്ലേ, അലക്സാറിൻ്റെ ഫിസിക്സ് എക്സാമിനറിൽ അലക്സാറിൻ്റെ ക്ലാസ്സൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിനറിൻ്റെ ക്ലാസ് ആയാലും എങ്ങനെയായാലും നിങ്ങൾ ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ക്ലാസ് റെഫർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആ ഒരു ക്ലാസ്സിൽ അവർ ഉൾപ്പെടുത്തും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ നോക്കി നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞല്ലോ. കെമിസ്ട്രിയിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി തന്നെ ആദ്യമേ കറക്റ്റായിട്ട് തന്നെ പഠിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനിയും പറയാനാണെങ്കിൽ മാത്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാത്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിലെ ഞാൻ മാത്സിന് ക്ലാസ്സസ് എജുപോർട്ടിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ ക്ലാസ് ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ക്ലാസ് ആയിട്ട് എജുപോർട്ടായാലും എക്സാമിനറിലൊന്നും കാണാറില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞ് അതേപോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എജുപോർട്ടിലിടും. അപ്പോൾ അത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ ക്ലാസ് ഫുള്ളായിട്ട് ഞാൻ കാണാറില്ല. കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചർ എനിക്ക് ഭയങ്കര മാത്സ് പറഞ്ഞ സബ്ജക്റ്റുമായി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ മാത്സ് എൻ്റെ സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ടീച്ചർ എന്തൊക്കെ പഠിപ്പിക്കുന്നോ അതെല്ലാം വീട്ടിൽ വന്ന് ചെയ്ത് നോക്കി. അങ്ങനെ തന്നെയാണ് ഞാൻ മാത്സ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് തന്നെ പഠിക്കുക. അല്ല നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ടു പഠിക്കുന്നതാണെങ്കിൽ അത് പഠിക്കുക. അപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം എല്ലാ ടീച്ചേഴ്സും എല്ലാം പറഞ്ഞു തരും. ഞാൻ എൻ്റെ ടീച്ചറിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ടീച്ചറുടെ ക്ലാസ്സസ് വളരെയധികം ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ
ഞാൻ എൻ്റെ +1 +2 ഫുള്ള് എൻ്റെ മാത്സ് ടീച്ചർ പറഞ്ഞു തന്നത്, നോട്ട് തന്നതും ഒക്കെ തന്നെയാണ് പഠിച്ചത്. അതൊക്കെ തന്നെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ, നിങ്ങൾക്ക് അതാണ് പഠിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ആണ് പഠിക്കാൻ ഇഷ്ടം എന്നെങ്കിൽ നിങ്ങളത് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഈസി ആയിരുന്നു പറഞ്ഞാൽ എൻ്റെ ടീച്ചർ, ആ ടീച്ചർ ഉള്ളതുകൊണ്ടാണ്, ഞങ്ങളുടെ +1 +2 മാത്സ് പഠിപ്പിച്ച ആ ഒരു ടീച്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ 4 മാർക്കിന് വരുന്ന വെയിറ്റേജ് 4 മാർക്കാണ്. അതേപോലെ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അതൊക്കെ 7 മാർക്കിന് വരുന്നതാണ് വെയിറ്റേജ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാത്സും വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ആ 2 ചാപ്റ്റർ, ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിന് ഏകദേശം 7 മാർക്കാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രോബബിലിറ്റി എന്നൊക്കെ 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻസിന് ഏകദേശം 6 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് മാത്സ് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ബയോളജിയുടെ കാര്യം പറയാം. ബയോളജിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ബോട്ടണി, സുവോളജി ആയിട്ട് നമുക്ക് 2 സബ്ജക്ട്സ് ഉണ്ടല്ലോ ബയോളജി. അപ്പോൾ ബോട്ടണിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ, ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ അകത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡായിട്ട് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 മാർക്കിനേ ഉള്ളൂ. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും വരുന്നത്. എന്നാലും നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. പിന്നെ കൂടുതൽ വെയിറ്റേജ് വരുന്നത് പറഞ്ഞാൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ആ ഒരു ചാപ്റ്റർ ബോട്ടണിയിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 6 മാർക്കിനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ആ ഒരു ചാപ്റ്ററിനും 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് 5 മാർക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു 3 ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ പഠിച്ചു തീർക്കുക. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആ ഒരു ചാപ്റ്ററിനൊക്കെ 4 മാർക്കിനാണ് വരുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതേപോലെ തന്നെ പ്ലാൻ കിങ്ഡം, ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏകദേശം ലാസ്റ്റ്, പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ നിങ്ങൾ ലാസ്റ്റിലോട്ട് മാറ്റി വെച്ചിട്ട് വെയിറ്റേജ് അനുസരിച്ച്, ഞാനിപ്പോൾ വെയിറ്റേജ് 2-3 ചാപ്റ്ററിനെ പറഞ്ഞല്ലോ, ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത് വരുമ്പോൾ സുവോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, സുവോളജി പറയുമ്പോൾ ലിവിങ് വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം വെയിറ്റേജ് 1 മാർക്കിനെ അതിൻ്റെ അകത്ത് വെയിറ്റേജ് ഉള്ളൂ എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനേ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ നിങ്ങളത് ലാസ്റ്റിലോട്ട് പഠിച്ചാൽ മതി. അതിൻ്റെ അകത്തൊന്നും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതേപോലെ തന്നെ അനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ ഭയങ്കര വലിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏകദേശം 8 മാർക്ക് വരെ വെയിറ്റേജ്, 8 മാർക്ക് തൊട്ട് 10 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു സുവോളജിയുടെ ആ ഫൈലത്തിൻ്റെ ചാപ്റ്റർ, അനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറേ അധികം നിങ്ങൾ ബയോളജിയുടെയും ബോട്ടണിയുടെ സുവോളജിയുടെയും കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ എക്സാം വിന്നറിൻ്റെ ക്ലാസ് കാണുക. നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ കുറേ കുട്ടികളും ഓരോ ചാപ്റ്ററിലെല്ലാം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊരു കാര്യം, എൻ്റെ ആ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സസ് ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ ക്ലാസ് അല്ല, എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിനും, അതിപ്പോൾ നേരത്തെയുള്ള 2023-24 ആ ഒരു വർഷങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ സമയം ആകുമ്പോഴത്തേനും അവർ ഒരു ക്ലാസ് നമുക്ക് എടുക്കും. ക്ലാസ് എടുക്കുമെന്നല്ല, എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ ഒരു ലൈവ് സെക്ഷനൊക്കെ വെക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും അവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ വർഷത്തെ കാണും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് തന്നെ കറക്റ്റായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ഒരു ചാപ്റ്ററിലെ വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവർ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ നല്ല മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, നല്ല രീതിയിൽ തന്നെ മാർക്ക് ലഭിക്കും. എനിക്ക് +1-ലും +2-ലും ബയോളജിക്ക് A+ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫുൾ ചാപ്റ്റർ പഠിക്കുക. അല്ല, നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് കിട്ടും, മാർക്ക് കുറഞ്ഞു പോകത്തില്ല. കാരണം ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അവർ റിപ്പീറ്റഡ് ആയിട്ടുള്ളയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ്
നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സുവോളജിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സുവോളജിയിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് അങ്ങനെയൊക്കെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഏകദേശം 2 മാർക്കിനെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളൂ. അതേപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, 7th ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 7 മാർക്കോളം നമുക്ക് ചാപ്റ്റർ വെയിറ്റേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബയോ മോളിക്യൂൾസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ എല്ലാവരും പഠിക്കുക. അപ്പോൾ ബയോ മോളിക്യൂൾസ്, അതേപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ആ ഒരു ചാപ്റ്റർ പഠിക്കുക. അതേപോലെ അനിമൽ കിങ്ഡം ആ ഒരു ചാപ്റ്റർ, ഈ ഒരു 3 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ കുറേ നല്ല മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു 3 ചാപ്റ്റർ പഠിക്കുക. പിന്നീട് നമുക്ക് വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പുറകോട്ട് പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ എക്സാമിനറിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ ഒരു ചാനലിലെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, ഒരു ചാപ്റ്ററിൽ അത്രയും ക്വസ്റ്റ്യൻസും പറഞ്ഞ് ചിലപ്പോൾ 1 മണിക്കൂർ കാണും ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തീർക്കാൻ. അത്രയും ക്വസ്റ്റ്യൻസ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഞാൻ ഇന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വെയിറ്റേജ് അനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിക്കാനാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.